വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. കേരളക്കരയിലെ മലയാളികൾ വളരെയധികം ബുദ്ധിയുള്ളവരാണ് എന്ന് പല പഠനങ്ങളും അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനുകളിലും പ്രത്യേകിച്ച് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ലോകത്ത് പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും മലയാളികൾ പഠിപ്പിക്കുകയോ റിസർച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നവരുണ്ട്, അവിടെ പഠിക്കുന്നവരെല്ലാം ഉണ്ട്. വളരെയധികം ബുദ്ധിശക്തിയുടെ മേഖലയിൽ വളരെ മികച്ചവരാണ് മലയാളികൾ. പക്ഷേ മലയാളികളുടെ യുവത്വത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആ ബുദ്ധി വേണ്ടത്ര നാം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ, കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഒരു വ്യക്തിയുടെ യഥാർത്ഥ അഭിരുചി എന്താണ് എന്ന് കണ്ടെത്തി അതിന് ഇക്വലൻ്റായ പേഴ്സണാലിറ്റി ടൈപ്പ് മനസ്സിലാക്കി അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ ഏതാണ് എന്നത് ഒരു എക്സ്പേർട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഗൈഡൻസോട് കൂടെ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്കില്ല. നമ്മുടെ മക്കൾ ഒന്നുകിൽ അവൻ്റെ കൂട്ടുകാരെടുക്കുന്ന കോഴ്സ് ഇവന് കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത കോളേജിൽ കിട്ടുന്ന കോഴ്സ് ഇവൻ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഫീസ് കുറവുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ കുറഞ്ഞ കാലം മാത്രം പഠിച്ചാൽ പാസ്സാവുന്ന കോഴ്സ് അവൻ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ സിലബസ് ഏറ്റവും കുറവുള്ള ഒരു കാര്യം നോക്കിയിട്ട് എടുക്കും, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് ഉണ്ട് എന്ന് കേൾക്കുന്നൊരു സാധനം നോക്കിയിട്ട് തിരഞ്ഞെടുക്കും. ആ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സ് ഇവൻ്റെ പേഴ്സണാലിറ്റിയുമായി ഒത്തുപോകുന്നതായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കുറേ കാര്യങ്ങളുടെ പരിഗണിക്കാനുണ്ട്. ഒന്ന്, ഇവൻ്റെ സ്കില്ല്, ഇവൻ്റെ ടാലൻസ് അതിനോട് യോജിച്ചായിരിക്കും അവൻ്റെ കോഴ്സ്. മറ്റൊന്ന്, അതിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇവന് ഇഷ്ടമുണ്ട് എന്ന് ഉറപ്പുവരുത്തി. ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എല്ലാം, പക്ഷേ ഇവന് താല്പര്യമില്ലെങ്കിലും ആ മേഖല പിന്നീട് അവൻ കഴിയും. അപ്പോൾ താല്പര്യവും ഇവൻ്റെ കഴിവുകളും ജോബ് ഓപ്പർച്യൂണിറ്റിയും എല്ലാം ഉള്ള കോഴ്സുകളായിരിക്കണം നമ്മുടെ കുട്ടികൾ എത്തിപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും ആ മേഖലയിൽ. അല്ലെങ്കിൽ ഏതൊക്കെയോ കോഴ്സുകൾ കൂട്ടുകാരുടെ പ്രേരണയാലോ അല്ലെങ്കിൽ സാറ് പറഞ്ഞു എന്ന ആ സാറ് ഇവൻ്റെ പേഴ്സണാലിറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണെങ്കിൽ ഓക്കെ, അല്ല ജസ്റ്റ് പറഞ്ഞതാണെങ്കിൽ നല്ലൊരു കോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറി പിടിച്ചതാണെങ്കിൽ ഇവനുമായിട്ട് ഒത്തുപോകാത്ത കോഴ്സാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ലൈഫ് പരാജയമായിരിക്കും. അപ്പോൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത്, കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നന്നായി പ്ലാൻ ചെയ്യേണ്ട കാര്യമാണ്. കാരണം 10, 50, 60 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഒരു കരിയർ എന്ന് പറയുന്നത്. ഒരു എഡ്യൂക്കേഷൻ നമ്മൾ 10, 20, 22 വയസ്സിൽ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയിട്ട് പിന്നെ 10, 40 കൊല്ലക്കാലം അല്ലെങ്കിൽ 45 വർഷക്കാലം നമ്മൾ കരിയറിലാണ്. അത് മൊത്തം ഫ്ലോപ്പ് ആവാൻ നമ്മുടെ കോഴ്സ് സെലക്ഷൻ അല്ലെങ്കിൽ ഏത് മേഖലയാണ് നാം മുന്നോട്ട് പോകുന്നത് എന്നുള്ള സെലക്ഷൻ പാളിപ്പോയാൽ 10, 45 വർഷത്തെ ലൈഫ് കുളമായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എക്സ്പേർട്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ച് വേണമെങ്കിൽ കരിയർ കൺസൾട്ടൻസിനെ കണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വരെ നടത്തിയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ കരിയർ വളരെയധികം ബുദ്ധിപൂർവ്വം നാം തിരഞ്ഞെടുക്കേണ്ടത്.